ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാഗമണിൻ്റെയും അതുപോലെ തന്നെ ഏലപ്പാറയുടെയും നടുക്ക് സ്ഥിതി ചെയ്യുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുഞ്ഞ് റിസോർട്ട്. ഈ റിസോർട്ടിൻ്റെ ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. ഇതെല്ലാം കാഴ്ചകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കുഞ്ഞ് റിസോർട്ടാണിത്. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. വാഷ്റൂമിനെ കാണിച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം, ബെഡ്റൂം. പിന്നെ ഞാനിത്തിരി നനഞ്ഞു, പുറത്ത് നല്ല മഴ കേട്ടോ. ഞാൻ എത്താറായപ്പോൾ നനഞ്ഞു, മഴ ബൈക്കിലാണ് വന്നത്. ഇതാണ് ഇവിടുത്തെ വ്യൂ, കണ്ടോ, അടിപൊളിയല്ലേ. ഇതിപ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല, കാരണം ബാൽക്കണി ഇത്ര സ്പേസ് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേ വെള്ളം വീഴത്തില്ല. മാത്രമല്ല അങ്ങോട്ടേക്ക് തള്ളി ഷെയ്ഡുണ്ട്, കണ്ടോ. ഇത് ആക്ച്വലി കൊച്ചി കരിന്തരുവി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ ആക്ച്വലി പണ്ടല്ല, ഏകദേശം 2 വർഷം മുന്നേ നമ്മൾ അവിടെ ഒരു റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതൊരു കിടിലൻ റിസോർട്ടായിരുന്നു, പിഞ്ച് വാലി എന്നുണ്ട്. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരി കൊള്ളാം, നമുക്ക് കുറേ ഡ്രോണൊക്കെ വളർത്താൻ പറ്റിയൊരു ഏരിയ. നമ്മുടെ റൂമിൽ നിന്നുള്ള ആ ഒരു വ്യൂ കണ്ടോ, ഇതാണ് ശരിക്കുള്ള ആ ഒരു മഴയില്ലാത്തപ്പോൾ ഉള്ള വ്യൂ കണ്ടോ. ഇത്രയും നേരം നല്ല മഴ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് മഴയൊക്കെ കഴിഞ്ഞത്. അങ്ങോട്ടേക്ക് നടക്കാനൊക്കെ ആണെങ്കിലും രാവിലെ ഒരു മോർണിംഗ് വാക്കിനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മുറികൾ കേട്ടോ. ആകെ ഒരു 7 മുറികളേ ഉള്ളൂ മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര നമ്മളൊരു വലിയ റിസോർട്ടിൻ്റെ ഫീലൊന്നുമില്ല. അത്യാവശ്യം പ്രൈവസിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആ റൂമിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ വ്യൂ. ഇത് കണ്ടോ, ഇത് കൊച്ചു കരിന്തരവി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അവിടേക്ക് ഒരു റിസോർട്ടൊക്കെ കാണാം. ആ ഭാഗത്തോട്ട് പോയാൽ ഇത് ആക്ച്വലി നല്ല കിടിലൻ വ്യൂ ആണ്. അവിടെ ഒരു ചെറിയ അരുവിയൊക്കെ ഉണ്ട്, അവിടെ ഒരു പാലമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കിടിലൻ വ്യൂ ഉണ്ട് കേട്ടോ. പറ്റുവാണെങ്കിൽ നമുക്ക് രാവിലെ അവിടെ ഒന്ന് പോകണം. കൊച്ചു കരിന്തരവി ബ്രിഡ്ജ് എന്നാണ് അതിന് പറയുന്നതെന്ന് തോന്നുന്നു. മാപ്പിൽ ഞാൻ അങ്ങനെ കണ്ടത്. എന്തായാലും അതൊരു കിടിലൻ സ്പോട്ടാണ്. പിന്നെ ഇത് നമുക്ക് നേരെ ഇവിടെ നിന്ന് ഏലപ്പാറ ഭാഗത്തേക്ക് പോകാം കേട്ടോ. അതുകൊണ്ട് തിരിച്ച് നമുക്ക് കുട്ടിക്കാനം ഭാഗത്തേക്കൊക്കെ വേഗം എത്താൻ പറ്റും ഇതുവഴി പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ശരിക്കും വാഗമൺ പോയത് കൊണ്ടാണ് കുറച്ച് ടൈം എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഏലപ്പാറ വഴി ഡയറക്റ്റ് ഇങ്ങോട്ട് വരായിരുന്നു. ഞാൻ പിന്നെ ഇതാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഏരിയ കേട്ടോ. ഉള്ളാലോ, ചെറിയ രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നാൽ അടിപൊളിയായിരിക്കും. ഫ്രണ്ട്സ് ഗ്യാങ്ങൊക്കെ ആയിട്ട് വന്നാൽ അടിപൊളിയായിരിക്കും. ഫാമിലീസ് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഫാമിലീസൊക്കെ വരാറുണ്ട്, അങ്ങനെ ഞാൻ റിവ്യൂസിൽ കണ്ടത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ രാത്രിയിലത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ കേട്ടോ. ഞാൻ ജസ്റ്റ് ബാൽക്കണിയിൽ വന്ന് പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. നമുക്ക് ആ ദൂരെ റോഡിൽ ഇടയ്ക്ക് വണ്ടികൾ പോകുന്നതിൻ്റെ ആ ലൈറ്റൊക്കെ കാണാം. അല്ലാതെ വേറെ അങ്ങനെ രാത്രി വലിയ പറയത്തക്ക നൈറ്റ് ആംബിയൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഡിന്നർ എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ സമയം രാവിലെ 6 മണി. ഇതാണ് നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള രാവിലത്തെ കാഴ്ചകൾ കേട്ടോ. അവിടെ ആ അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കാം. അമ്പലത്തിലെ പാട്ട് മാത്രമല്ല, നമ്മുടെ മലബാർ വിസ്ലിംഗ് ത്രഷിൻ്റെ പാട്ടും കേൾക്കാമോ? അത് കേട്ടിട്ടാണ് ഞാൻ ഉണർന്നത് സത്യം പറഞ്ഞത്. അത് നമുക്ക് നല്ല ക്ലിയറായിട്ട് കേൾക്കാം. ഇവിടെ മറ്റൊരു ഭാഗമുണ്ട്. നമുക്ക് റൂമിൽ നിന്ന് നേരെ സൺറൈസ് കാണാം. കണ്ടോ, അവിടെയാണ് ആ റോഡ്. ആ റോഡ് നമുക്ക് നേരെ തിരിച്ചങ്ങോട്ട് പോയാൽ വാഗമണിലേക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ജസ്റ്റ് ബൈക്ക് എടുത്തൊന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്ത് ഇവിടെ ഒരു കിടിലം പാലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ മുന്നിലുള്ള പോകുന്ന വഴി കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട് കേട്ടോ. അതാ അവിടെ ആ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ഓഫ് റോഡ്, ബൈക്കിലൊക്കെ വരാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു വാഗണാറൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നോക്കി ഓടിച്ചാൽ മതി, പാലവും കൊള്ളാം. അവിടെയൊക്കെ കോടമഞ്ഞായി. എനിക്കൊന്ന് മഴ പെയ്യും കേട്ടോ. മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് നല്ല ഡ്രോൺ ഷോട്ട്സ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ പോകുന്നു. അവിടെ ഒരു കിടില പാലമുണ്ട്, അടിപൊളി.
പറഞ്ഞ പാലം കണ്ടോ, നടുക്കൂടെ ഒരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. കിട്ടിയില്ല അല്ലേ, മഴ കൂടി വരുന്നു, അതാണൊരു വിഷമം. ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ വളരെ എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാലം കേട്ടോ. നമ്മൾ ആ ഭാഗത്താണ് സ്റ്റേ ചെയ്തത്. ഈ പാലം കിട്ടില്ലല്ലേ. നമ്മളിതാ ആ ഒരു റിസോർട്ട് ഉണ്ടോ അതെ, അവിടെ മുമ്പ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അന്നേ നമ്മൾ ഈ പാലം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത് ഫ്രണ്ട്സായിട്ട് വന്നപ്പോൾ. കിടിലൻ റൂട്ടാണ്. നമുക്ക് ഡ്രോണൊക്കെ പറപ്പിച്ച് അടിപൊളിയായിരിക്കും. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്, എനിക്ക് അതാണൊരു പേടി. ഇപ്പോൾ ഒന്ന് മഴ കുറഞ്ഞു. നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടമാണ് ഈ ഏരിയയിൽ. നമ്മുടെ വാഗമൺ ഓൺ എ ഹിൽ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞ് റിസോർട്ട്, അതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് പറയുന്ന സെഗ്മെൻറ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ അതിന് തൊട്ട് സൈഡിലുള്ള ഈ ഒരു പാലത്തിൽ വന്നെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു ചെറിയ തോട് ഒക്കെ പോകുന്നുണ്ട്, ഒരു അരുവി. എന്തായാലും നല്ലൊരു ഏരിയ കേട്ടോ. ഏറ്റവും മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് ലൊക്കേഷനാണ്. കിടിലൻ ലൊക്കേഷനാണ് കേട്ടോ. കൊച്ചു കരിന്തരുവി എന്ന് പറഞ്ഞൊരു ഏരിയയാണിത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പോയ ആ ഒരു ചെറിയ ജംഗ്ഷനൊക്കെ വരും. നമ്മൾ മുമ്പ് അവിടെ വന്ന് താമസിച്ചിട്ടൊക്കെ ഉണ്ട് ഒരു റിസോർട്ടിൽ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നല്ല കിടിലം ഡ്രോൺ ഷോട്ട്സും അതുപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ കിടിലം ലൊക്കേഷനാണ്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഞാൻ എടുത്ത റൂമിന് 1600 രൂപ. അവിടെ ആകെ 6-7 റൂമുകളേ ഉള്ളൂ. 1600 രൂപയാണ് എനിക്കായത്. ഞാൻ ഗോയബിബോയിലാണ് ബുക്ക് ചെയ്തത്. എനിക്കൊരു ഓഫർ ഉണ്ടായിരുന്നു, അല്ലാണ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ എന്തായാലും ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് വേണമെങ്കിൽ വിളിക്കുക. ഞാൻ നമ്പറും കൂടെ കൊടുത്തേക്കാം. നേരിട്ട് വിളിച്ച് റേറ്റ് ചോദിച്ചിട്ട് നിങ്ങൾ എല്ലാ ആപ്പുകളിലും ഗോയബിബോ, മേക്ക് മൈ ട്രിപ്പ് മുതലുള്ള ആപ്പുകളിലൊക്കെ ഒന്ന് നോക്കിക്കൊള്ളുക. കാരണം ചിലപ്പോൾ റേറ്റ് കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ തോന്നി, അപ്പം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ നമ്പറും കൂടെ കൊടുത്തേക്കാം, വിളിച്ച് ചോദിക്കാനായിട്ട് കേട്ടോ, ബുക്ക് ചെയ്യാനായിട്ട്. നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ തോന്നിയില്ല, കാരണം വളരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടിയാണ്. ഫ്രണ്ട്സ് ഒരു നല്ല ഗ്യാങ്ങൊക്കെ ആയിട്ട് വന്നാൽ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഏരിയ ഉണ്ട്. പിന്നെ ഇതിനടുത്തോട്ട് നമുക്ക് മറ്റൊരു ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊച്ചു കരിന്തരുവി, അതുവഴി വാഗമൺ പോകാം. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏലപ്പാറ. പിന്നെ ഫുഡും കുഴപ്പമില്ല കേട്ടോ. ഇവർ വാങ്ങിച്ചു തരുന്ന ഫുഡും അത്യാവശ്യം കൊള്ളായിരുന്നു. ഇന്നലെ ഞാൻ ഡിന്നർ അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചത് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കുഴപ്പമില്ല. അപ്പോൾ വാഗമണ്ണിനടുത്ത് കൊച്ചു കരിന്തരുവി എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ അടിപൊളി കാഴ്ചകൾ സമ്മാനിക്കുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു കുഞ്ഞ് റിസോർട്ടിൻ്റെ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ധാരാളം കാഴ്ചകളും യാത്രാനുഭവങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ബൈ ബൈ.